ദൈവീക കഥകളുമായി കലിയുഗ സാഗയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ദുര്യോധനൻ മരണം കാത്തു കിടക്കുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു: ഭീമനാണ് എന്നെ വധിച്ചതെന്ന് ലോകം വിചാരിക്കും, പക്ഷേ എന്റെ മരണത്തിന് യഥാർത്ഥ കാരണം നീയാണ്. അദ്ദേഹം സംസാരിച്ചത് അശ്വത്ഥാമാവിനോടാണ്. ഗുരു ദ്രോണാചാര്യരുടെ പുത്രനും ശിവന്റെ അനുഗ്രഹം ലഭിച്ചവനും നെറ്റിയിൽ ദിവ്യരത്നവുമായി ജനിച്ചവനുമായ ഈ യോദ്ധാവിന്റെ പ്രവൃത്തികൾ ഒരു പാപിയായ ദുര്യോധനനെ പോലും വിറകൊള്ളിച്ചു. അശ്വത്ഥാമാവ് ഞാൻ പാണ്ഡവരെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ ഒരു നിമിഷം സന്തോഷിച്ചു. പക്ഷേ അശ്വത്ഥാമാവ് വധിച്ചത് പാണ്ഡവരെ ആയിരുന്നില്ല, മറിച്ച് അവരുടെ മക്കളായ ഉപപാണ്ഡവരെയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ദുര്യോധനന്റെ ഹൃദയം കോപവും നിരാശയും കൊണ്ട് നിറഞ്ഞു. ഗുരു ദ്രോണർ ശിവനെ പ്രീതിപ്പെടുത്താനായി കഠിന തപസ് ചെയ്തു. അദ്ദേഹത്തെ പോലെ തേജസ്വിയും ശക്തനുമായ ഒരു പുത്രൻ ലഭിക്കാനായി പ്രാർത്ഥിച്ചു. ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാക്കി. താമസിയാതെ ദ്രോണന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ജനിച്ചപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെ പോലെ കരയുന്നതിന് പകരം അവൻ ഒരു കുതിരയെ പോലെ ചിനച്ചു. ആ ശബ്ദം സ്വർഗത്തിലും ഭൂമിയിലും മുഴങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിന് അശ്വത്ഥാമാവ് എന്ന പേര് ലഭിച്ചത്. അതിനർത്ഥം കുതിരയുടെ ശബ്ദമുള്ളവൻ എന്നായിരുന്നു. ശിവപുരാണം അനുസരിച്ച് അശ്വത്ഥാമാവ് ശിവന്റെ ഒരു അവതാരമായിരുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിയിലെ രക്തം ശിവന്റെ മൂന്നാം കണ്ണാണെന്നും അത് അദ്ദേഹത്തിന്റെ വിശപ്പ്, രോഗം, ആയുധങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകിയിരുന്നുവെന്നും ഇത് അദ്ദേഹത്തെ ഏതാണ്ട് അമരനാക്കിയെന്നും വിശ്വസിക്കപ്പെടുന്നു. അശ്വത്ഥാമാവ് അർജുനനെ പോലെ ഒരു അസാമാന്യമായ ഒരു വില്ലാളിയായിരുന്നു. പക്ഷേ അർജുനനെ പോലെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ കോപവും അഹങ്കാരവുമായിരുന്നു അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങൾ. പിതാവിനും സുഹൃത്ത് ദുര്യോധനനുമൊപ്പം അദ്ദേഹം കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അർജുനനുമായി പലതവണ ഏറ്റുമുട്ടി. ഒരിക്കൽ നാരായണാസ്ത്രം പ്രയോഗിച്ചു. അത് പാണ്ഡവരെ നശിപ്പിക്കാൻ ശേഷിയുള്ളതായിരുന്നു. പക്ഷേ കൃഷ്ണൻ അവരെ ആയുധങ്ങൾ താഴെയിട്ട് നിലത്ത് കിടക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ആ ആയുധത്തിന്റെ ശക്തി ഇല്ലാതാക്കി. ധീരനായിരുന്നിട്ടും ദ്രോണരുടെ മരണം അദ്ദേഹത്തിന്റെ ജീവിതം ഇരുളിലാക്കി. ദ്രോണരുടെ മരണം ചതിയിലൂടെയായിരുന്നു. ദുഃഖിതനും ക്രുദ്ധനുമായ അശ്വത്ഥാമാവ് പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്തു. യുദ്ധത്തിന്റെ 18-ാം രാത്രിയിൽ ദുര്യോധനൻ മാരകമായി മുറിവേറ്റതറിഞ്ഞ അശ്വത്ഥാമാവ് പാണ്ഡവരെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന് ശപഥം ചെയ്തു. രാത്രിയിൽ അദ്ദേഹം അവരുടെ താവളത്തിൽ കടന്നു ചെന്ന് ശിവനെ ധ്യാനിച്ച് ഭീകരമായൊരു രുദ്രരൂപം സ്വീകരിച്ചു. അദ്ദേഹം ഉറങ്ങിക്കിടന്നിരുന്ന നിരവധി യോദ്ധാക്കളെ, പാണ്ഡവ സൈന്യത്തിന്റെ സേനാധിപനെയും ശിഖണ്ഡിയെയും ഉൾപ്പെടെ ക്രൂരമായി കൊന്നൊടുക്കി. ഒടുവിൽ 5 പേർ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കൂടാരത്തിൽ കടന്നുകയറി അവർ പാണ്ഡവരാണെന്ന് കരുതി അവരെ അതിക്രൂരമായി വധിച്ചു. പക്ഷേ അവർ പാണ്ഡവരായിരുന്നില്ല, അവരുടെ മക്കളായിരുന്നു. അറിഞ്ഞുകൊണ്ട് അശ്വത്ഥാമാവ് യുദ്ധത്തിലെ ഏറ്റവും ദാരുണമായ ഒരു പ്രവൃത്തി ചെയ്തു. പാണ്ഡവർ തിരിച്ചെത്തി നാശം കണ്ടപ്പോൾ അവർക്ക് കടുത്ത കോപമുണ്ടായി. അവരെ തടയാനായി അശ്വത്ഥാമാവ് ഏറ്റവും വിനാശകാരിയായ ദിവ്യായുധമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അർജുനനും അതേ ആയുധം കൊണ്ട് തിരിച്ചടിച്ചു. ഈ ആയുധങ്ങളുടെ കൂട്ടിയടി പ്രപഞ്ചത്തെ തന്നെ നശിപ്പിച്ചേക്കാമായിരുന്നു. വ്യാസമുനി ഇടപെട്ട് ഇരുവരോടും ആയുധങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അർജുനൻ അത് അനുസരിക്കുകയും പക്ഷേ അശ്വത്ഥാമാവ് ആയുധത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അത് ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചുവിട്ടു. അവൾ അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ മകനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സുദർശന ചക്രം കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചു. അങ്ങനെ പാണ്ഡവ വംശത്തെ സംരക്ഷിച്ചു. അശ്വത്ഥാമാവിന്റെ ക്രൂരതയിൽ കോപിഷ്ഠനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ശപിച്ചുകൊണ്ട് പറഞ്ഞു: ആചാര്യപുത്ര, നിനക്ക് ചികിത്സയില്ലാത്ത മുറിവുകൾ ഉണ്ടാവും. നിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടാവും. ചർമ്മം അഴുകിപ്പോകും. മുറിവുകളിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടേയിരിക്കും. ഒരു സമാധാനവുമില്ലാതെ നീ ലോകം മുഴുവൻ അലഞ്ഞു തിരിയും. അവസാനമായി നിന്റെ അടുത്ത് മരണം പോലും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ നിന്ന് ആ രത്നം എടുത്തു മാറ്റുകയും അന്നു മുതൽ അശ്വത്ഥാമാവ് അമരത്വത്തിന്റെ ശാപവുമായി ഭൂമിയിൽ അലയുന്നു. കലിയുഗത്തിന്റെ അവസാനത്തിലും വിഷ്ണുവിന്റെ അവസാന അവതാരമായ കൽക്കിയുടെ വരവിനും വേണ്ടി കാത്തിരിക്കുന്നു. ഇന്നും അശ്വത്ഥാമാവിനെ കുറിച്ചുള്ള നിരവധി കഥകളും പ്രാദേശിക ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. നെറ്റിയിൽ ഉണങ്ങാത്ത മുറിവുള്ള ഉയരം കൂടിയ രോഗിയായ ഒരു മനുഷ്യനെ കണ്ടെന്ന് പലരും പറയുന്നു. മധ്യകാല ഗ്രന്ഥങ്ങൾ മുതൽ ആധുനിക നാടോടി കഥകൾ വരെ അദ്ദേഹം ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്ന് ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ വിശ്വസിക്കുന്നു. പക്ഷേ ഈ കഥകൾ സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അശ്വത്ഥാമാവിന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.